അഡ്വക്കേറ്റ് സേനാപതി വേണു, അച്യുതണ്ട് ശക്തിയുടെ ഉദയത്തിൽ ഇനി പൊളിറ്റിക്കലായിട്ടുള്ളൊരു സമീപനം തന്നെയായിരിക്കുമോ കോൺഗ്രസ് സ്വീകരിക്കുക വരും ദിവസങ്ങളിലും? അല്ല, ഒന്ന് ഈ ട്രംപിന്റെ സ്വഭാവം അനുസരിച്ച് നമുക്ക് ഇന്ത്യയുടെ ഫോറിൻ പോളിസിനെ റീഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ ട്രംപ് ഏതായാലും ഇനിയിപ്പോ 3 കൊല്ലം കൂടെ തുടരും. ഇനിയിപ്പോ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റുകൾ വരുവോ റിപ്പബ്ലിക്കൻസ് വരുവോ എന്നുള്ളത് കാത്തിരുന്നു കൊണ്ട് ഇന്ത്യയുടെ വിദേശ നയത്തെ നമുക്ക് രൂപീകരിക്കാനായിട്ട് പറ്റത്തില്ല. നമുക്ക് പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ഒരു വിദേശ നയമുണ്ട്. ആ വിദേശ നയത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ നമ്മളങ്ങ് പോകുമ്പോഴും ഇവിടെ നിർമ്മൽ പറഞ്ഞതും അതുപോലെ തന്നെ ഡെന്നി സാബു പറഞ്ഞതും ആ ഒരു കാര്യത്തിൽ ഈ ഉച്ചകോടികളൊക്കെ നടക്കുമ്പോഴും നമ്മുടെ പടിഞ്ഞാറ് വശത്ത് ഈ ഭീകരന്മാർ, കാരണം ലോകത്തിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഇത്രയും അധികം ഈ ഭീകരന്മാരുടെ ഈ പ്രവർത്തനങ്ങൾ ഇതിന് ആക്രമണമാകുന്ന ഒരു രാജ്യം അത് ഇന്ത്യ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ ഉച്ചകോടിയിൽ വന്നിരിക്കുന്ന രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ റഷ്യയിൽ ഇപ്പോൾ ഉക്രൈൻ യുദ്ധവും അതുമൊക്കെ അനുബന്ധ പ്രശ്നങ്ങളേ ഉള്ളൂ. ഇങ്ങനെ ഇതിനകത്ത് നിന്നുകൊണ്ട് ഈ പാകിസ്ഥാനിൽ നടത്തുന്ന പോലെ ഉള്ള പ്രശ്നങ്ങൾ അവർക്കില്ല. ചൈനയ്ക്കാണേലും അങ്ങനെയുള്ള പ്രശ്നം ഉയർകളിൽ നിന്നോ അങ്ങനത്തെ ഒക്കെ പറയുന്ന ഒരു പ്രത്യേക ജനവിഭാഗങ്ങൾ ചില ഭാഗങ്ങളിലൊക്കെയുള്ള സംഘർഷങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇതിന് ഇരയായി നിൽക്കുകയാണ്. എന്നു മുതൽ 1948 ഇവർ ആരംഭിച്ച ഒന്നാമത്തെ യുദ്ധം മുതൽ നമ്മൾ നിരന്തരമായി ഇതിനിരയായി നിൽക്കുന്ന ഒരു ജനാധിപത്യ രാജ്യം. അത് ഡെന്നി ഇവിടെ പറഞ്ഞ പോലെ വേറൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യത്തിൽ നമ്മൾ ഇടപെടുന്നവരല്ല, അവരുടെ ഒരു കാര്യത്തിനും നമ്മൾ ഭാഗഭാക്കാകുന്നവരല്ല. എന്നിട്ട് പോലും നമ്മൾ ഇതിന് ഇത്രയും ഇരകളാകുന്ന ഒരു ഘട്ടത്തിൽ ഈ ഭീകരവാദത്തിനെതിരെ ഇന്ത്യ ഉയർത്തിയ ആ ഒരു ശബ്ദം, അതിനെ കുറച്ചുകൂടി ഉയരത്തിൽ നമുക്ക് പിന്തുണ ലഭിക്കേണ്ടതാണ് നിശ്ചയമായിട്ടും. ആ പിന്തുണ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. അതുണ്ടാകാത്തതിന്റെ കാരണം നമ്മൾ ലോകത്തിലെ ഒരു സൂപ്പർ ശക്തിയായി മാറുന്നു. കേണൽ ഡെന്നി പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ അത്തെ കാര്യം. കാരണം നമ്മൾ ഒരു ശക്തമായ രാജ്യമായി മാറുന്നത് ഒരു കാരണവശാലും പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ ചൈനയ്ക്ക് അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. ഒരുപക്ഷെ 1962 ഇപ്പൊ വിദേശകാര്യ വിദഗ്ധൻ ഇവിടെ ഇരിപ്പുണ്ട്, 62 യുദ്ധത്തിന്റെ യഥാർത്ഥ കാരണം തന്നെ പഞ്ചവത്സര പദ്ധതിയിലൂടെ ഇന്ത്യക്കുണ്ടായ ഡെവലപ്മെന്റ്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ ചൈനയ്ക്ക് അത് ചെയർമാൻ മാവോ വിചാരിച്ചിട്ടും ചൗവൻലായി വിചാരിച്ചിട്ടും ഇന്ത്യയിലുണ്ടായ ഡെവലപ്മെന്റിന്റെ 10% പോലും അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. ആ അസൂയാണ് ഒരുപക്ഷെ 62 യുദ്ധത്തിന് കാരണം എന്ന് പല വിദേശകാര്യ വിദഗ്ധന്മാരും പറയുന്ന ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു കാര്യം സ്പഷ്ടമാണ്, ഇന്ത്യ അത് ഒരു സൂപ്പർ പവറായിട്ട് മുന്നോട്ട് പോയേ മതിയാവൂ. കാരണം ശക്തിയുള്ളവർ ഭരിക്കുന്നു, ശക്തിഹീനർ ഭരണീയർ. ശക്തി മാത്രമേ ലോകത്ത് ഡെന്നി പറഞ്ഞതുപോലെ ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആ ശക്തി അതുണ്ടാകണം. അതുകൊണ്ടാണല്ലോ APJ അബ്ദുൽ കലാം പറഞ്ഞത്, നമ്മൾ എന്തിനാ ഈ മിസൈലുകളൊക്കെ തൊടുക്കുന്നത്? മഹാത്മാഗാന്ധിയുടെ രാജ്യത്തിന് എന്തിനാണ് അഗ്നിയും പൃഥ്വിയും അല്ലെങ്കിൽ അസംഖ്യം മിസൈലുകൾ? കാരണം അതുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യ മഹാരാജ്യം മറ്റു രാജ്യങ്ങൾ അവര് അംഗീകരിക്കുകയുള്ളൂ. പക്ഷെ ആ അംഗീകാരം ലഭിക്കുന്നതിനിടയിൽ നമ്മുടെ രാജ്യത്ത് ഈ ഭീകരപ്രവർത്തനത്തെ തുറന്ന് പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന് ഇപ്പോൾ ചൈന കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ പിന്തുണ ഒരുപക്ഷെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പുതിയ ഈ കൂട്ടുകെട്ടിലൂടെ ഇല്ലാതായാൽ അത് ഭാവിയിൽ ഇന്ത്യക്ക് വളരെ ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോഴും ഞാൻ പറയുന്നു, ഇന്ത്യയുടെ വിദേശ നയം ട്രംപിന്റെ സ്വഭാവത്തെയോ അല്ലെങ്കിൽ ട്രംപിന്റെ മുൻശുണ്ടിയോ ആശ്രയിച്ചുള്ള വിദേശ നയമല്ല. ഇന്ത്യയുടെ വിദേശ നയം അത് സ്ഥായിയായ നയമായിരുന്നു. ആ നയത്തിൽ നരേന്ദ്രമോദി വരുത്തിയ ചില മാറ്റങ്ങളാണ് ഇപ്പോൾ ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി എന്ന് ഞങ്ങൾ പറയുമ്പോൾ കോൺഗ്രസ്സുകാരന്റെ വിമർശനമായിട്ട് കാണരുത് എന്ന് നമ്പ്യാർ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ഡോക്ടർ നിർമ്മൽ, 2 മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. എന്തായാലും സമീപ ഭാവിയിൽ ഒരു ഉടച്ചുവാർക്കലൊന്നും ഉണ്ടാവില്ല നിലവിലുള്ള ലോകക്രമത്തിൽ, അല്ലേ? അല്ല, ഉടൻ അടുത്തിട്ട് 2 വർഷത്തിനുള്ളിലൊന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷെ ഗ്രാജുവലി അതിലോട്ടുള്ള മൂവ്മെന്റ്സ് തുടങ്ങി കഴിഞ്ഞു. പ്രത്യേകിച്ച് ചൈനയും റഷ്യയും ശക്തമായിട്ട് തന്നെ അതിനുള്ള മൂവ്മെന്റ് തുടങ്ങി കഴിഞ്ഞു. ഈവൻ ഒരു പുതിയ, എനിക്ക് തോന്നുന്നു അതിന്റെ പേര് കൃത്യമായിട്ട് ഓർമ്മയില്ല, റഷ്യ, ചൈന, നോർത്ത് കൊറിയ, ഇറാൻ, ഇവർക്കിടയിൽ പോലും ശക്തമായിട്ടുള്ള അലയൻസ് ഉണ്ട്. അപ്പം ഇന്ത്യ കൂടെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ, കാരണം ഗ്രോയിങ് ഇക്കോണമി എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ കൂടെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ ഒരു ടിൽറ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. പക്ഷെ ഇന്ത്യയുടെ കേസിൽ ഇപ്പം നേരത്തെ പാകിസ്ഥാന്റെ കേസ് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് അവസാനിപ്പിക്കാം. പാകിസ്ഥാന്റെ കേസിൽ ഇന്ത്യ എപ്പോഴും വെയറി ആയിരിക്കണം. അതിപ്പോ ചൈന മാത്രമല്ല, അമേരിക്കയുടെ കേസിലും നമുക്കറിയാം, അമേരിക്ക നമ്മൾക്ക് സ്ട്രാറ്റജിക് പാർട്ണർ ആണെങ്കിൽ കൂടി അവരെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഇരിക്കുന്ന സ്ട്രാറ്റജിക് ലൊക്കേഷൻ, ഒരു വശത്ത് അഫ്ഗാനിസ്ഥാൻ, മറുവശത്ത് ഇറാൻ, ഇപ്പുറത്ത് ചൈന, തൊട്ട് താഴെ ഇന്ത്യ,
അപ്പം ന്യൂട്രലൈസ് ചെയ്യാനും ഇന്റലിജൻസിന് വേണ്ടി പാകിസ്ഥാനെ എന്നും അമേരിക്ക യൂസ് ചെയ്തിട്ടേ ഉള്ളൂ, ഭാവിയിലും യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതൊന്ന്. രണ്ട്, ചൈനയും ഇതേപോലെ തന്നെ പാകിസ്ഥാനെ കയ്യിലാക്കിക്കൊണ്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കും എന്നുള്ളത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ പോളിസീസ് മുന്നോട്ട് വെക്കാനായിട്ട്. ഇനി ചൈനയുമായിട്ടുള്ള ഇതിൽ എല്ലാം ബ്ലീക്ക് ആണെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഇന്ത്യക്ക് സൂപ്പർ പവർ ആകുന്നതിനോടൊപ്പം ആഗ്രഹിക്കുന്നതാണ് ഗ്രീൻ സൂപ്പർ പവർ സ്റ്റേറ്റസ്. 2047 ഇന്ത്യ ഒരു ഗ്രീൻ സൂപ്പർ പവർ ആവും എന്നുള്ള എയിമുമായിട്ടാണ് ശ്രീ നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത്. അവിടെ ചൈനയുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ നമുക്ക് ആവശ്യമാണ്. കാരണം എല്ലാ ഗ്രീൻ ടെക്നോളജിയും 80% സോളാർ പാനൽസ് വരുന്നത് ആണ്, 80% ലിഥിയം അയൺ ബാറ്ററീസ് വരുന്നത് ചൈനയിൽ നിന്നാണ്, വിൻഡ് ടർബൈൻസിന്റെ ഇൻഗ്രീഡിയൻസ് 60% വരുന്നത് ചൈനയിൽ നിന്നാണ്, റെയർ എർത്ത് മിനറൽസ് 90% പ്രോസസ് ചെയ്യുന്നതും മൈൻ ചെയ്യുന്നതും ചൈനയിൽ നിന്നാണ്. അപ്പൊ അവരുമായിട്ടുള്ള അസോസിയേഷൻ ഒരു ഗ്രീൻ സൂപ്പർ പവർ ആകാനും ഇന്ത്യയെ സഹായിക്കും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് സഫീഷ്യന്റ് ആകേണ്ടടുത്ത് ആത്മനിർഭർ ഭാരത് എന്നുള്ള കോൺസെപ്റ്റ് വലവരിക്കുന്ന സ്ഥലങ്ങളിൽ ചൈനയുടെ ഇൻവോൾവ്മെന്റ് മിനിമൽ ആക്കിക്കൊണ്ട്, എന്നാൽ അത്യാവശ്യം ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ മാത്രം ആ ഒരു ഏരിയാസിൽ മാത്രം ലിമിറ്റ് ചെയ്തുകൊണ്ട് ചൈനയുമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ആയിരിക്കും നല്ലത്. പക്ഷെ പാരലലി മറ്റു മാർക്കറ്റ്സ് കണ്ട് നമ്മൾ യൂറോപ്യൻ യൂണിയനെയും ഞാൻ നേരത്തെ പറഞ്ഞ ഇന്തോനേഷ്യയും നൈജീരിയയും സൗത്ത് ആഫ്രിക്കയും ജപ്പാനും സൗത്ത് കൊറിയയും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഈ ഒരു ബന്ധം കൊണ്ടുപോകാൻ. പാരലലി ആ ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്ത് പതിയെ ചൈനയുമായിട്ടുള്ള കോപ്പറേഷൻ ആയിക്കോട്ടെ ഡിപ്പെൻഡൻസ് ആയിക്കോട്ടെ മിനിമൈസ് ചെയ്തുകൊണ്ട് വരുന്നതാണ് ഇന്ത്യക്ക് ലോങ് ടേമിൽ നല്ലത്.